വിയൂർ അതിസുരക്ഷാ ജയിലിലെ മർദ്ദനത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് എൻഐഎ കോടതി. നടപടിയെടുക്കാതിരിക്കാൻ കാരണം വിശദീകരിച്ച് സൂപ്രണ്ട് നേരിട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണം. പൊതുമരാമത്ത് വകുപ്പിന്റെയും ജയിൽ സൂപ്രണ്ടിന്റെയും വാദത്തിൽ വൈരുദ്ധ്യമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. PWD ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓൺലൈനിൽ ഹാജരാകണം. പരിക്കേറ്റ മനോജിന്റെ ചികിത്സാ രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, എങ്ങനെയാണ് ഇതിൽ കോടതിയുടെ ഇടപെടൽ? ധന്യ, കഴിഞ്ഞ ദിവസമാണ് വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ 2 തടവുകാർക്ക് അവിടുന്ന് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റത്. പിന്നീട് അവരെ മറ്റു ജയിലുകളിലേക്ക്, ഒരാൾ പൂജപ്പുര ജയിലിലാണ്. ആ മനോജിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ NIA കോടതിയുടെ ഉത്തരവ്. കൃത്യമായി തന്നെ ആ മെഡിക്കൽ രേഖ പരിശോധിക്കുമ്പോൾ വളരെ ഗുരുതരമായ പരിക്ക് മനോജിന് ഏറ്റിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ കോടതിക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമില്ല. അത് കൃത്യമായി തന്നെ വളരെ ഗൗരവമുള്ള പരിക്കുകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ജയിലിലുള്ള CCTVകളുടെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് ജയിൽ സൂപ്രണ്ട് പറയുന്നത് 160ഓളം ഉള്ള, അല്ലെങ്കിൽ കൃത്യമായി അത്ര 100-ലധികമുള്ള ക്യാമറകളിൽ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണം നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ നൽകിയിരുന്നു. അത്തരത്തിലുള്ളൊരു വിശദീകരണം നൽകിയത് മാത്രമല്ല, അതിൻ്റെ വാറണ്ടി കഴിഞ്ഞതുകൊണ്ട് അത് PWD ഇലക്ട്രോണിക്സ് വിഭാഗം ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങളുണ്ട്. പക്ഷേ ഈ വിശദീകരണം തൃപ്തികരമല്ല. മാത്രമല്ല, ഈ നേരത്തെ PWD ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കേട്ട അവരുടെ ഭാഗം ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു വീഴ്ചയുണ്ട് എന്നൊരു സ്വഭാവത്തിലാണ് NIA കോടതിയുടെ ഒരു വിമർശനം. പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാതിരിക്കാൻ ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും NIA കോടതി പരിഗണിക്കുന്നുണ്ട്. അന്ന് നേരിട്ട് ഹാജരായി നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വിശദീകരിക്കണം എന്നാണ്. മാത്രമല്ല, ഈ പരിക്കേറ്റ മനോജ് ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. അദ്ദേഹം നിരാഹാര സമരത്തിലാണ്. അത് അവസാനിപ്പിക്കണമെന്ന് കോടതി പറയുന്നുണ്ട്. കൃത്യമായി ഇതിനെ വിഷയവുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. അതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വേണ്ട സഹായം ചെയ്യണം. മാത്രമല്ല, ലീഗൽ സർവീസ് അതോറിറ്റി അദ്ദേഹത്തെ പരിശോധിച്ച് മുറിവുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ കോടതിക്ക് നൽകണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ട നിയമസഹായം ഉൾപ്പെടെ നൽകണം. മാത്രമല്ല, ഈ മനോജിനെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ സ്വഭാവത്തിലേക്ക് കോടതി ഇതിൽ ഇടപെടുന്നുണ്ട്. ചികിത്സാ രേഖകൾ ഹാജരാക്കണം, നിയമസഹായം നൽകാൻ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ രേഖകൾ പ്രകാരം മനോജിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, ജയിലിൽ ഒന്നൊഴികെയുള്ള ബാക്കി CCTV ക്യാമറകൾ പ്രവർത്തനക്ഷമമല്ല എന്നാണ് നേരത്തെ നൽകിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ വൈരുദ്ധ്യമുണ്ട്.